അണികളെ തെരുവിലിറക്കി ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ചരിത്രം കോൺഗ്രസിനില്ല. കേരളത്തിൽ അത് നടക്കും എന്നാണ് വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നത്. നാടുനീളെ പ്രകടനം നടത്തിയാൽ, ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചാൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ആരോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് വി ഡി സതീശൻ്റെ അണികളെ എന്ന് വേണം കരുതാൻ. എന്നാൽ ഇപ്പോഴിതാ കനത്ത താക്കീത് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു വി ഡി സതീശന്. എത്രയും പെട്ടെന്ന് പ്രകടനങ്ങൾ അവസാനിപ്പിക്കണം. ഇനി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ പാടില്ല. ഹൈക്കമാൻഡിനെ ധിക്കരിച്ച് മുന്നോട്ട് പോയാൽ കർശന നടപടിയിലേക്ക് ഹൈക്കമാൻഡിന് പോകേണ്ടി വരും, കോൺഗ്രസ് നേതൃത്വത്തിന് പോകേണ്ടി വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു, നിർദ്ദേശം കൊടുത്തു വി ഡി സതീശന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ വി ഡി സതീശൻ്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്ന് നോക്കാം. 102 സീറ്റുമായി കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ നേടിയത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി. രണ്ടാം ഘട്ട നടപടികളിലേക്ക് AICC കടക്കുന്നു. നമുക്കിത് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് UDF പ്രവർത്തകർ പിന്മാറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വി ഡി സതീശൻ ഇത്തരമൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതൊരു നിർദ്ദേശമല്ല, താക്കീതാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. പ്രകടനം നടത്തി ഹൈക്കമാൻഡിനെ തിരുത്താൻ കഴിയില്ല എന്ന് കോൺഗ്രസിൻ്റെ ചരിത്രം അറിയുന്നവർക്ക് അറിയാം. കേരളത്തിലും അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നത്. കേരളത്തിൽ അതിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കട്ടെ, അതാണ് എല്ലായിടത്തും നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കേരളത്തിലെ MLA-മാരാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞു. ഒന്നാം സ്ഥാനത്ത് KC വേണുഗോപാലാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. കേവലം 6 പേരുടെ പിന്തുണ മാത്രമാണ്, 6 MLA-മാരുടെ പിന്തുണ മാത്രമാണ് വി ഡി സതീശന് ലഭിച്ചത്. അതുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ആ ഘട്ടത്തിലാണ് ഘടകകക്ഷികളെ രംഗത്തിറക്കി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിപ്പിക്കാൻ വി ഡി സതീശൻ നീക്കം നടത്തിയത്. അതും പൊളിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം കേന്ദ്ര നിരീക്ഷകനായിരുന്ന അജയ് മാക്കൻ ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു, ഇവിടെ ഒരു റോളുമില്ല ഘടകകക്ഷികൾക്ക് എന്ന്. MLA-മാരുടെ അഭിപ്രായമാണ് ഹൈക്കമാൻഡ് പരിഗണിക്കുക എന്ന് കൃത്യമായും പറഞ്ഞു വെച്ചു. എന്നിട്ടും ഘടകകക്ഷികളെ ഉപയോഗിച്ച് ദില്ലിയിൽ കോൺഗ്രസിന് മുകളിൽ സമ്മർദ്ദം ചെലുത്താനാണ് വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരം മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ തയ്യാറായത്. എന്നാൽ ഘടകകക്ഷികൾ വി ഡി സതീശന്റെ പേര് പറഞ്ഞിട്ടേയില്ല എന്ന വാർത്തയും ദില്ലിയിൽ നിന്ന് വരുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ എന്ന് 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തുതന്നെയായാലും പ്രകടനങ്ങൾ നടത്തി ഹൈക്കമാൻഡിനെ തിരുത്താനുള്ള വി ഡി സതീശന്റെ നീക്കം വി ഡി സതീശന് തന്നെ വിനയായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരുന്നത്. വി ഡി സതീശന് ഹൈക്കമാൻഡിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം താക്കീത് രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്.